സത്യപ്രതിജ്ഞയിൽ രാഷ്ട്രീയമില്ല. പ്രോടൈം സ്പീക്കർ ജി സുധാകരന് കൈകൊടുത്ത് പിണറായി വിജയൻ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അഭിവാദ്യം ചെയ്തത് നിറപുഞ്ചിരിയോടെ. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മുൻ CPM നേതാവും പ്രോടൈം സ്പീക്കറുമായ ജി സുധാകരനെ അഭിവാദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്പീക്കറുടെ ഡയസിലേക്ക് എത്തിയ പിണറായി ജി സുധാകരന് കൈകൊടുത്ത ശേഷം നിറപുഞ്ചിരിയോടെ തോളിൽ തട്ടുകയും ചെയ്തു. സുധാകരനും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പിണറായിയുടെ അടുത്തെത്തി തിരിച്ച് അഭിവാദ്യം ചെയ്തു. സഭയിൽ 133ാമത് അംഗമായാണ് പിണറായി സത്യപ്രതിജ്ഞ ചെയ്തത്. 19,240 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും വിജയിച്ചത്. രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ലെന്ന് ജി സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജി സുധാകരന്റെ കൂറുമാറ്റത്തെ പിണറായിയും MV ഗോവിന്ദനുമടക്കം അതിശക്തമായി വിമർശിച്ചിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ആകർഷകമായ ദൃശ്യങ്ങളിലൊന്നാണ് ഇന്ന് സത്യപ്രതിജ്ഞാ വേളയിൽ കണ്ടത്. രാവിലെ 9 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങിയത്. പ്രോടൈം സ്പീക്കറായ ജി സുധാകരനാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അക്ഷരമാലാക്രമത്തിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ബഹുമാന്യനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെയായിരുന്നു ജി സുധാകരൻ സഭയെ അഭിസംബോധന ചെയ്തത്. പിണറായി വിജയനെന്നോ മറ്റൊരാളെന്നോ എന്റെ മുമ്പിലില്ല. MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്നതാണ് പ്രോടൈം സ്പീക്കറുടെ ജോലി. പിണറായി 2 തവണ മുഖ്യമന്ത്രിയായിരുന്നു. ആ സർക്കാരിൽ ഞാനും അംഗമായിരുന്നു. എനിക്ക് ആരോടും ശത്രുതയില്ല. രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ശത്രുതയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ജി സുധാകരൻ പറഞ്ഞത്. മാത്രമല്ല, നിയമസഭയിൽ ശ്രദ്ധ നേടി ഇടത് വിമതരുടെ സത്യപ്രതിജ്ഞയാണ്. പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണന്റെ സത്യപ്രതിജ്ഞ പിണറായി വിജയനെ അഭിവാദ്യം ചെയ്ത ശേഷമായിരുന്നു. തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ സത്യപ്രതിജ്ഞ ചെയ്ത് പിണറായി വിജയന് ഹസ്തദാനം നൽകിയ ശേഷമാണ്. തിരികെ പിണറായി വിജയനും അഭിവാദ്യം ചെയ്തു. പിണറായി വിജയനെ അഭിവാദ്യം ചെയ്യുക എന്നത് എന്റെ നിലപാടെന്ന് V കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്വമാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടു പോകും. എല്ലാവരെയും അഭിവാദ്യം, കൂട്ടത്തിൽ പിണറായി വിജയനെയും അഭിവാദ്യം ചെയ്തു. ഞാനൊരു കമ്മ്യൂണിസ്റ്റായി തുടരുമെന്നും V കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം കേരള നിയമസഭയിൽ ആദ്യമായി 3 സീറ്റുകൾ നേടിയ BJP സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് സംസ്ഥാന പാർട്ടി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ സീറ്റിൽ നിന്നും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA BB ഗോപകുമാറിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചതായി അദ്ദേഹം ഇവിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. കോൺഗ്രസ് നയിക്കുന്ന UDF മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തുള്ള LDF-ന്റെ സ്ഥാനാർത്ഥിയായുള്ളത് AC മൊയ്തീനാണ്. സംസ്ഥാന നിയമസഭയിലെ BJP-യുടെ 3 MLA-മാർ ഗോപകുമാർ, V മുരളീധരൻ, ചന്ദ്രശേഖർ എന്നിവരാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ആ സ്ഥാനത്തേക്ക് ഒരു BJP സ്ഥാനാർത്ഥി ഉണ്ടാകും. ഗോപകുമാറായിരിക്കും BJP സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ പേര് ഞാനും മുരളീധരനും നിർദ്ദേശിക്കുമെന്നും ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ CPIM നയിക്കുന്ന LDF-ഉം കോൺഗ്രസ് നയിക്കുന്ന UDF-ഉം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പിന്തുടരുന്നുവെന്നും പലപ്പോഴും ആരോപിക്കുന്ന ചന്ദ്രശേഖർ സംസ്ഥാന നിയമസഭയിൽ ഇതുവരെ ഒരു പ്രതിപക്ഷ MLA പോലും ഉണ്ടായിരുന്നില്ല എന്ന് ആരോപിച്ചു. ഇതെല്ലാം മാറ്റാൻ ഞങ്ങൾ 3 MLA-മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ആരംഭിക്കുകയാണ്. MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന നിയമസഭയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു. നിയമസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് നിയുക്ത BJP MLA-മാർ പാളയം രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലത്തിൽ NTA സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ് വിജയം പിടിച്ചത്. 402 വോട്ടുകൾക്കാണ് ഗോപകുമാറിന്റെ വിജയം. LDF സ്ഥാനാർത്ഥി R രാജേന്ദ്രൻ, UDF സ്ഥാനാർത്ഥി സൂരജ് രവി എന്നിവരെയാണ് BB ഗോപകുമാർ തോൽപ്പിച്ചത്. 2011 മുതൽ CPI-യിലെ GS ജയലാൽ മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലമാണ് ചാത്തന്നൂർ. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP 2ാം സ്ഥാനത്തെത്തി. തുടർച്ചയായ 3ാം തവണയായിരുന്നു BB ഗോപകുമാർ മണ്ഡലത്തിൽ ജനവിധി തേടിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.